Hi friends, welcome to my recipe corner. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ദോശമാവ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ സൂപ്പർ പലഹാരമാണ് കേട്ടോ. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന്റെ ആക്ച്വലി ഇതൊരു ആന്ധ്രാപ്രദേശിലെ ട്രഡീഷണൽ പലഹാരമാണ് ഇത് കേട്ടോ. അപ്പോൾ നല്ല കട്ടിയുള്ള ഇഡ്ഡലി മാവിലാണ് ഇത് സാധാരണ ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ലൂസ് കൺസിസ്റ്റൻസി ഉള്ള ദോശമാവ് കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇഡ്ഡലി മാവിലോ ദോശമാവിലോ ഒക്കെ നമുക്കിത് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പ്ലീസ് ഒന്നങ്ങ് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിനായിട്ട് ഞാൻ ആദ്യം ഇവിടെ 2 കപ്പ് ദോശമാവാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ദോശമാവ് ഇല്ലെങ്കിൽ ഇഡ്ഡലി മാവ് എടുത്താലും ഉപയോഗിക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞത്, അപ്പോൾ ചെറുതാണെങ്കിൽ 2 എണ്ണം എടുക്കാം കേട്ടോ. ഒരു മീഡിയം പീസ് ഇഞ്ചി, അപ്പോൾ ഇഞ്ചി ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. ഒരു 4 പച്ചമുളക് മുറിച്ചത്. അപ്പോൾ പച്ചമുളകൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവേ. അതിനങ്ങനെ പ്രത്യേകിച്ചൊരു അളവൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് എരി കൂടുതലാണെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പില പൊടിയായിട്ട് അരിഞ്ഞത്, 1 ടീസ്പൂൺ ചെറിയ ജീരകം, കുറച്ച് കുരുമുളക്. ഇപ്പൊ കുരുമുളക് പൊടി വേണ്ട കേട്ടോ, മുഴുവൻ കുരുമുളകാണ് വേണ്ടത്. അപ്പൊ ഇത് കംപ്ലീറ്റ്ലി ഓപ്ഷണൽ ആണ്. ഇപ്പൊ കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ടാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒഴിവാക്കാം. ഇടയ്ക്ക് കുരുമുളകിന്റെ ആ ഒരു ബൈറ്റ് നല്ലതാക്കും, അതാണ് ഇവിടെ 1/2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഇനി ഇപ്പൊ ചേർത്ത ഉള്ളിക്കും ചേരുവകൾക്കും മാത്രമായിട്ട് കുറച്ച് ഉപ്പ് ചേർക്കുകയാണ്. അപ്പൊ ദോശമാവിൽ ഓൾറെഡി ഞാൻ ഉപ്പ് ചേർത്ത് വെച്ചിട്ടുള്ളതാണ്. ഇനി ഒരു എക്സ്ട്രാ ക്രിസ്പ്നെസ് കിട്ടാനായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ ഇതിന്റെ കൂടെ റവ വേണേലും ചേർക്കാം കേട്ടോ. അപ്പൊ ഞാനിവിടെ ചേർക്കുന്നില്ല. അപ്പൊ ഇത് നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ എണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ബാറ്ററിൽ നിന്ന് കുറേശ്ശെയായിട്ട് സ്പൂൺ കൊണ്ട് എണ്ണയിലേക്ക് ഇങ്ങനെ ഒഴിക്കാം. അപ്പൊ എണ്ണയിലേക്ക് ഒഴിക്കുമ്പോൾ തന്നെ ഇങ്ങനെ വീർത്ത് വരും. ഇനി ഇതൊരു ബ്രൗൺ ഷെയ്ഡ് ആകും വരെ ഒന്നങ്ങ് വറുത്തു വരാം. അപ്പൊ നല്ല കട്ടിയുള്ള മാവിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ കുറേശ്ശെയായിട്ട് എണ്ണയിലേക്ക് ഇങ്ങനെ കൈ കൊണ്ടിട്ട് വറുത്തെടുക്കാം. അപ്പൊ ഇതിപ്പോ കുറച്ച് ലൂസ് കൺസിസ്റ്റൻസി ആയതുകൊണ്ടാണ് ഞാൻ ഇവിടെ സ്പൂൺ കൊണ്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇതിന്റെ മെയിൻ കോമ്പിനേഷൻ ചട്നിയാണ് കേട്ടോ. അപ്പൊ വൈറ്റ് ചട്നി ആയിട്ട് സൂപ്പർ കോമ്പിനേഷൻ ആണ്. അപ്പൊ എല്ലാവരും വീട്ടിൽ എപ്പോഴും കിട്ടുന്ന സാധനങ്ങൾ കൊണ്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടേസ്റ്റി സ്നാക്കാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, കമന്റ്സ് അറിയിക്കുക. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്നങ്ങ് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. അപ്പോൾ ഇതുപോലൊരു ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പി ആയിട്ട് നെക്സ്റ്റ് എപ്പിസോഡ് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.